ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും സുഖല്ലേ. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ബോളിവുഡ് ആക്ട്രസ് ആദിത്യ റാവുവിൻ്റെ വൈറൽ ആയിട്ടുള്ള ഹൈദരാബാദി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണെന്ന് കാണിക്കുന്നത്. അത് എൻ്റെ രീതിയിൽ ജസ്റ്റ് ഒന്ന് മാറ്റം വരുത്തി റെസിപ്പി തയ്യാറാക്കി നോക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ നോക്കാം. ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അതിനാവശ്യമായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഒരു കുപ്പീൻ്റെ ഗ്ലാസ് ബൗളിലേക്ക് ഞാൻ ഇതുപോലെ ചെറിയൊരു പീസ് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു 4-5 അല്ലി വെളുത്തുള്ളി. ഇപ്പോൾ ഞാനിതൊരു വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് 4 വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 3/4 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കണം. ശേഷം നമുക്ക് അതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മാത്രം ഉപ്പ്, ഒരു നുള്ളു ഉപ്പ് മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. 1/4 ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു 4 ടേബിൾ സ്പൂണ് ബട്ടർ ചേർത്ത് കൊടുക്കണം. മെൽറ്റ് ചെയ്തിട്ടുള്ള ബട്ടർ ഉണ്ടല്ലോ, അതൊരു 4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. നമുക്ക് നിർബന്ധമായിട്ട് ബട്ടർ തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. വെളിച്ചെണ്ണ ഓയിലൊന്ന് ചേർത്ത് കൊടുത്താൽ ഇത്ര ടേസ്റ്റ് കിട്ടും എനിക്ക് തോന്നുന്നില്ല. ബട്ടർ ആയിരിക്കും നല്ല ടേസ്റ്റ് എൻഹാൻസ് ചെയ്ത് നിൽക്കുന്നത് ബട്ടർ യൂസ് ആക്കിയിട്ടാണ്. ഇനിയിപ്പോൾ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊതിഞ്ഞ് കൊടുക്കാം. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ പറഞ്ഞ മാതിരി ഹെയർ ഫ്രയർ ഉണ്ടെങ്കിൽ എയർ ഫ്രയറിൽ ഒരു 170 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 5 മിനിറ്റ്സ് വെക്കുക. അതല്ല ഓവനിലുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓവനിൽ ഒരു 5 മിനിറ്റ് വെക്കുക. ഇനിയിത് രണ്ടും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാനോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് അതിലൊന്ന് ഒരു മൂടി വെച്ച് ഒരു 5 മിനിറ്റ് ഇതൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പം ഞാൻ ഇപ്പോൾ ഇതൊരു എയർ ഫ്രയറിൽ ഒരു 5 മിനിറ്റ് ചൂടാക്കി വെക്കുന്നുണ്ട്. ഈ സമയം കൊണ്ട് ഞാനിതാ ഒരു ഉള്ളി സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു വലിയ തക്കാളിൻ്റെ ഒരു ഹാഫ് ഭാഗം സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില ജസ്റ്റ് ഒന്ന് ഗാർണിഷിന് വേണ്ടിയിട്ടാണ്. ഒരു പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു പാൻ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു 3-4 ടേബിൾ സ്പൂൺ ഇതുപോലെ ബട്ടർ ചേർത്ത് കൊടുക്കുക. ശേഷം ഇതുപോലെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഒന്ന് ചേർത്ത് കൊടുക്കുക. സവാള ഈ പറഞ്ഞ പോലെ നല്ലോണം വഴറ്റി കിട്ടുമൊന്നും വേണ്ട. ഒന്ന് അരിഞ്ഞ് 1-2 സെക്കൻഡ് ആകുമ്പോഴത്തേക്ക് അതിൻ്റെ കളർ ഒന്ന് ചേഞ്ചായി വരില്ലേ, ആ സമയം തന്നെ നമുക്ക് ഇതിലേക്ക് തക്കാളിയും ചേർത്ത് കൊടുക്കുക. ഇപ്പം ഞാൻ സവാളയും പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊരു മെനക്കേടുള്ള ഒരു പണിയില്ല. 2 മിനിറ്റ് കൊണ്ട് ഇപ്പോൾ സംഭവം റെഡിയാണ്. പക്ഷേ ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. നിങ്ങളൊന്ന് മസ്റ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. സവാള ഏകദേശം ഒരു പിങ്കിഷ് കളർ ആകുമ്പോഴേക്കും ഞാൻ ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുത്ത് 1/2 കഷ്ണം തക്കാളി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. നിങ്ങൾ കൂടുതൽ എമൗണ്ട് ഉണ്ടാക്കുന്ന സമയമാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കൂട്ടി ഉണ്ടാക്കാം. ഇതിപ്പോൾ ഞാൻ ഒരു 3 മുട്ടക്കാണ് ഞാൻ ഇതിൽ ഉണ്ടാക്കുന്നത്. ഇനി ഒരു പാകത്തിന് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടി ചേർത്ത് കഴിഞ്ഞതിന് ശേഷം ഒരു 2 സെക്കൻഡ് നമുക്ക് ഇനിയൊന്ന് ജസ്റ്റ് ഇതൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് കൂട്ടി യോജിപ്പിച്ച് ഒരുമിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ. ഇനി നമുക്കതിലേക്ക് ഒരു 3 മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കണം. ഇതുപോലെ മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 3 മുട്ടയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. മുട്ട ഇതിൽ മിക്സ് ആക്കുന്ന ശേഷം ഇതുപോലെ മുകളിൽ പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ഇത് പൊട്ടിച്ച് വളരെ ചെറിയ തീയിലാണ് വെക്കേണ്ടത്. ഈ സമയം കൊണ്ട് നമ്മൾ ഗാർലിക് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഗാർലിക് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഗാർലിക് ഉണ്ടല്ലോ ഒന്ന് എന്തെങ്കിലും സ്മാഷർ കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഇഞ്ചിയൊക്കെ കുത്തുന്ന ആ ഒരു ഇതുണ്ടല്ലോ അതോടെ ഇതൊന്ന് നല്ലോണം ഒന്ന് സ്മാഷ് ആക്കി എടുക്കണം. ഈ സമയം നല്ല സ്മെല്ലായിരിക്കും. നമ്മളിത് പുറത്തെടുക്കുന്ന സമയത്ത് ഭയങ്കര സ്മെല്ലായിരിക്കും. ഇപ്പം ഞാനിതൊന്ന് നമ്മൾ ഈ ഇഞ്ചിയൊക്കെ കുത്തുന്ന ഒരു ഇതുണ്ട്, അതുകൊണ്ട് നല്ലോണം ഇതൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ നല്ലോണം ഒന്ന് ഈ ഗാർലിക് നല്ലോണം ഒന്ന് ചതഞ്ഞ് കിട്ടണം. ഇനിയിപ്പം നമ്മൾ നേരത്തെ സിമ്മിലിട്ട് വെച്ചിട്ട് സിമ്മ് എന്ന് പറഞ്ഞാൽ വളരെ നേരെ തീയിലായിരിക്കണം നമ്മൾ ആ എഗ്ഗ് വെച്ചിട്ടുള്ളത്. ആ എഗ്ഗിലേക്ക് ഇനിയിപ്പോൾ നമ്മൾ ഈ സ്മാഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഗാർലിക്കിൻ്റെ പേസ്റ്റ് ഉണ്ടല്ലോ അത് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കണം. നല്ല ടേസ്റ്റുള്ള ഒരു ഡിഷാണിത്. അതുപോലെ തന്നെ ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ്.
അപ്പോൾ ആ ഒരു റെസിപ്പിയിലെന്ന് പറയുന്നത് ജസ്റ്റ് ഗാർലിക്കിൽ ഈ മുളക് പൊടി ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് അവർ നേരിട്ടിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഞാൻ ചെയ്ത പോലെ ബട്ടറിൽ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ ബട്ടറിൽ സോട്ട് ചെയ്തെടുക്കുമ്പോഴാണ് കൂടുതൽ ഇതിന് ടേസ്റ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ചെയ്യുമ്പോൾ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കേണ്ടി. ഇത് ഒന്നുകൂടി നല്ല ടേസ്റ്റായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എന്തേ ഇതൊന്ന് മൂടി വെക്കണം. ഇതിപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഒന്ന് പുരട്ടി കൊടുത്തതിന് ശേഷം അതിലുള്ള ഗ്രേവിയും ഗാർലിക്കും ഒക്കെ പുരട്ടി കുറച്ച് ഇതൊന്ന് ചെറിയ തീയിലിട്ടിട്ട് ഒരു 2-3 മിനിറ്റ് മാത്രം ഇതൊന്ന് മൂടി വെക്കണം. ഇനിയിപ്പോൾ നമ്മൾ ഈ മുട്ടൻ്റെ മുകളിൽ വേറെ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി നമ്മൾ ആ ഗാർലിക്കിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തത് കൊണ്ട് മുട്ടൻ്റെ മുകളിൽ ചേർത്ത് കൊടുക്കേണ്ട. പിന്നെ അടിയിൽ നമ്മൾ സവാളക്കും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ഗാർണിഷിന് വേണ്ടി മാത്രം മല്ലിയില ചേർത്ത് കൊടുത്ത് ഒരു 2 മിനിറ്റ് വളരെ ചെറിയ തീയിലിട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ സംഭവം നമ്മൾ ഡിഷ് റെഡി ആയിട്ടുണ്ട്. നിങ്ങളിത് ചെയ്യുന്ന സമയത്ത് വെളിച്ചെണ്ണേക്കാളും ഓയിലിനേക്കാളും ഇത് ടേസ്റ്റ് നല്ലോണം കൂടുതൽ നിൽക്കുന്നത് ബട്ടറിൽ ചെയ്യുമ്പോഴാണ് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ നല്ല മാച്ച് ആവുന്നത് എന്താ വെച്ചാൽ ചപ്പാത്തിൻ്റെ കൂടെ, അതല്ലെങ്കിൽ പൊറാട്ടൻ്റെ കൂടെ. ഞാനിത് പൊറാട്ടൻ്റെ കൂടെയാണ് കഴിച്ചിട്ടുള്ളത്. ടേസ്റ്റ് എന്ന് പറയുന്നത് അടിപൊളി ടേസ്റ്റാണ്. ഇതിൻ്റെ അപ്പുറത്തേക്കൊന്നും പറയാനില്ല. നിങ്ങളിത് ഉണ്ടാക്കാനുള്ള ടൈം കണ്ടില്ല, വെറും 5 മിനിറ്റ് കൊണ്ട് സംഭവം ഉണ്ടാക്കി കഴിയും. പക്ഷേ അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ സാധാ ഓംലേറ്റ് കഴിക്കുന്നതിനേക്കാളും ഈ രീതിയിൽ ഗാർലിക് ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ടി. നമ്മൾ ഈ നാനകയില്ല, ഗാർലിക് നാനകയില്ല, അതിൻ്റെയൊക്കെ ഒരു സ്മെല്ലാണ് ഇത് കഴിക്കുന്ന സമയത്ത് നമുക്ക് വരാം. നല്ല അടിപൊളി എന്താണ് പറയുക, അടിപൊളി ടേസ്റ്റ്. അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും പറയാനില്ല എനിക്ക്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് മസ്റ്റായിട്ട് ഈ രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് എന്തായാലും ആ ഗാർലിക് ഒന്ന് ഇതുപോലെ ബട്ടർ 2-4 ടേബിൾ സ്പൂൺ ബട്ടർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം മാത്രം ഒന്ന് ഇതുപോലെ ഈ ഓംലേറ്റ് തയ്യാറാക്കിയിട്ട് അതിൻ്റെ മുകളിലിട്ട് കൊടുക്കേണ്ടി. എന്തായാലും ഇൻഷാ അല്ലാഹ് വീഡിയോ ഇഷ്ടപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ആക്കേണ്ടി, സബ്സ്ക്രൈബ് ചെയ്യേണ്ടി. പുതിയ വീഡിയോകളുമായിട്ട് കാണാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയുമായി കാണാം. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഇത് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ എന്തായാലും ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കേണ്ടി കമൻറ്റിൽ